ടീച്ചറായിട്ട് എൻ്റെ ജീവിതം ഞാൻ ഹോമിച്ച് കളയാനുള്ളതല്ല. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നടപ്പിലാക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടിയ പൈസയിൽ നിന്നും ചെറിയ തുക മാറ്റിവെച്ച് ഒരു വലിയ ഇൻവെസ്റ്ററായി ഇന്ന് 2 റിസോർട്ടിന്റെ ഓണറാണ്. ഇപ്പൊ എല്ലാ മാസവും മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ ടീച്ചറെ ആ അക്കൗണ്ടിലേക്ക് ഇപ്പൊ എല്ലാ 5-ാം തീയതി പണം വരുന്നുണ്ട്. അത് കിട്ടുമ്പോ അത് വരുമ്പോ ഉള്ളൊരു ആ ഒരു സംതൃപ്തി എന്താണ്? ആ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും താമസിക്കാനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഒരു റിസോർട്ടിലൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴും മനസ്സിലുള്ള ആഗ്രഹമാണ്. കാരണം ഇത്തരത്തിലൊരു റിസോർട്ട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടില്ല, പക്ഷെ അത് വേണമെന്ന തീവ്രമായ ഒരു ആഗ്രഹം. ഇപ്പോൾ നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ ആഗ്രഹം തീവ്രമാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ്. അപ്പൊ അത്തരത്തിൽ തീവ്രമായി ആഗ്രഹിച്ചപ്പോഴാണ് എനിക്കത് നേടിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇതിന്റെ ഓണർ ആരായിരിക്കും, അയാളുടെ ഏണിങ്സ് എത്രയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓണർ ആവാൻ പറ്റുമെന്ന് ആഗ്രഹിച്ച കാലത്തൊന്നും വിചാരിച്ചിട്ടില്ല പറ്റുമെന്ന്. പക്ഷെ അതിന് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. അത് പഠിച്ചപ്പോഴാണ് പതുക്കെ പതുക്കെ അതിലേക്ക് എത്താൻ പറ്റി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ മാസവും ആ റിസോർട്ടിൽ നിന്ന് ഏണിങ്സ് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാറില്ല. കാരണം മറ്റുള്ള ഈ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള എംപ്ലോയീസിന് അത്തരത്തിലൊരു അസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ പറയാനുണ്ടാവുക. പക്ഷെ എനിക്കത് ഉണ്ട് എന്നുള്ളത് കാരണം എൻ്റെ റിട്ടയർമെന്റ് ലൈഫിൽ എനിക്ക് എൻ്റെ പെൻഷൻ മാത്രമല്ല, മക്കൾക്കാണെങ്കിൽ പോലും എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് വേണ്ട ഒരു നീക്കിയിരിപ്പും. ഇപ്പൊ അവർ ചെറിയ കുട്ടിയാണ്, ചെറിയ മക്കളാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഒരു പക്ഷെ എൻ്റെ മക്കളുടെ ഒരു വിവാഹാവശ്യമോ അല്ലെങ്കിൽ പഠനാവശ്യമൊക്കെ ഒരു പക്ഷെ എൻ്റെ റിട്ടയർമെന്റ് കാലാവധിക്ക് ശേഷവും ഉണ്ടാവും. കാരണം എൻ്റെ ചെറിയ മോള് 3-ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പൊ അവളുടെ ഒരു സമയം ഒക്കെ വരുന്നത് ചിലപ്പോൾ എൻ്റെ റിട്ടയർമെന്റ് പീരീഡിന് ശേഷമായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് സാധാരണ പൊതുവെ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഉള്ളതൊക്കെ വിറ്റ് പറക്കി മക്കളുടെ കാര്യങ്ങൾ നടത്താം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു അസറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാ മാസവും എനിക്ക് ഏണിങ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ഉണ്ടാവുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കിയിരിപ്പാണെന്ന് നല്ലൊരു വിശ്വാസവും ഒരു സമാധാനം ഉണ്ട് എനിക്ക്. ആ ഒരു ടെൻഷൻ പിടിച്ച ഒരു ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു സന്തോഷം.